നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. PV അൻവർ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തവനൂർ സബ് ജയിലിലാണ് നിലവിൽ MLA പാർപ്പിച്ചിരിക്കുന്നത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് രണ്ടാം തവണയും വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് അൻവറിനെ തവനൂർ ജയിലിലേക്ക് എത്തിച്ചത്. PV അൻവറിന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിലാണ് ഇന്നലെ രാത്രിയിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ അൻവർ ഒന്നാം പ്രതിയാണ്. ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം 11 പ്രതികളാണുള്ളത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകളാണ് ചുമത്തിയത്. ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനംവകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത്. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര MLA PV അൻവർ മുഖ്യമന്ത്രിയുമായി തെറ്റിയത് മാസങ്ങൾക്ക് മുമ്പാണ്. പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ ചൊല്ലി ആരംഭിച്ച അഭിപ്രായ വ്യത്യാസം ഒടുവിൽ PV അൻവർ ഇടത് ബന്ധം അവസാനിപ്പിക്കുന്നതിലേക്കും തുടർന്ന് അൻവർ ജയിലിലാകുന്ന സാഹചര്യത്തിലേക്കും എത്തുകയായിരുന്നു. ADGP അജിത് കുമാറിനെയും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ച് തുടങ്ങിയതോടെയാണ് അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അകൽച്ച ആരംഭിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലടയ്ക്കുമെന്ന് PV അൻവർ പ്രതിജ്ഞയെടുത്തിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാറിനെ DGP ആക്കില്ലെന്നും ജയിലിലടയ്ക്കുമെന്നും കഴിഞ്ഞ ദിവസവും അൻവർ പറഞ്ഞിരുന്നു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റെന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് അൻവറിന്റെ പ്രതികരണം. MLA ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് അൻവർ പ്രതികരിച്ചു. അറസ്റ്റുമായി സഹകരിക്കും. നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണത്. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പാക്കുകയാണെന്നും അൻവർ ആരോപിച്ചിരുന്നു. ഇതിനിടെ അൻവറിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തി. PV അൻവർ MLAയുടെ അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് K സുധാകരൻ MP വാർത്താക്കുറിപ്പിറക്കി. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് സുധാകരൻ ചോദിച്ചു. അൻവറിനെതിരായ നടപടി തെറ്റെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൻ പോലീസ് സന്നാഹവുമായിട്ടാണ് നേതൃത്വം അൻവറിന്റെ വീട്ടിലെത്തിയത്.